Okay, welcome all of you. നിങ്ങൾക്ക് പഠിക്കാനുള്ള നെക്സ്റ്റ് ചാപ്റ്ററാണ് വർക്ക് എനർജി ആൻഡ് പവർ. വർക്ക് എനർജി ആൻഡ് പവർ. അപ്പം 3 സെക്ഷനാണ്, വർക്ക്, എനർജി, പിന്നെ പവർ അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം സംസാരിക്കാൻ പോകുന്നത് വർക്കിനെ പറ്റിയാണ്. ഇപ്പം നമ്മുടെ യൂഷ്വൽ ലൈഫിൽ നമ്മളിപ്പോൾ ഒരാൾ വർക്ക് ചെയ്യുന്നു എന്നൊക്കെ പറയില്ലേ, ആ വർക്കുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. അതായത് യൂഷ്വൽ ലൈഫിൽ നമ്മൾ വർക്ക് ചെയ്യുന്നു എന്ന് പറയുന്ന ആ സംഭവമായിട്ട് ഈ വർക്കിനെ കമ്പയർ ചെയ്യേണ്ട. ഓക്കെ, ഫിസിക്സിൽ നമ്മളെപ്പോഴാണ് വർക്ക് ചെയ്തു എന്ന് പറയുക. ഓക്കെ, ഇപ്പം ഞാനിപ്പോൾ ഇവിടെ ഇപ്പോൾ ഉള്ള ഈ വാളിനെ ഞാൻ വളരെ നന്നായിട്ട് തള്ളുകയാണ്. അപ്പം ഞാനൊരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നു അല്ലേ. പക്ഷേ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്ന സമയത്ത് ആ വാള് അവിടെ തന്നെ നിൽക്കുകയാണ് അല്ലേ. അപ്പോൾ വാളിന് ഡിസ്പ്ലേസ്മെൻ്റ് ഇല്ല, അതിന് സ്ഥാനമാറ്റം ഇല്ല. അപ്പോൾ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുമ്പോൾ അതിന് ഡിസ്പ്ലേസ്മെൻറ്റ് ഇല്ല. അങ്ങനെയാണെങ്കിൽ ഫിസിക്സിൽ നമ്മൾ പറയാം നമ്മൾ വർക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ എപ്പോഴാണ് വർക്ക് ചെയ്തു എന്ന് പറയാം? വർക്ക് ചെയ്തു എന്ന് പറയണമെങ്കിൽ ദ ബോഡി ഷുഡ് ഹാവ് എ ഡിസ്പ്ലേസ്മെൻറ്റ്. ബോഡിക്ക് ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവണം, ഒരു സ്ഥാനമാറ്റം ഉണ്ടാവണം ഡ്യൂ ടു ദ ആപ്ലിക്കേഷൻ ഓഫ് ഫോഴ്സ്. അപ്പോൾ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്ന സമയത്ത് ബോഡിക്ക് ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടെങ്കിലേ നമ്മൾ വർക്ക് ചെയ്തു എന്ന് പറയും. സോ എ വർക്ക് ഈസ് സെഡ് ടു ബി ഡൺ. വർക്ക് ചെയ്തു എന്ന് പറയാം ഇഫ് എ ബോഡി ഹാസ് എ ഡിസ്പ്ലേസ്മെൻറ്റ് ഡ്യൂ ടു ദ ആപ്ലിക്കേഷൻ ഓഫ് ഫോഴ്സ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്ക് വർക്ക്. അപ്പോൾ വർക്ക് ചെയ്തു എന്ന് പറയണമെങ്കിൽ ബോഡിക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവണം അല്ലേ. ഇനി വർക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക് വർക്ക് ഡൺ ബൈ എ കോൺസ്റ്റൻറ്റ് ഫോഴ്സ്. വർക്ക് ഡൺ ബൈ എ കോൺസ്റ്റൻറ്റ് ഫോഴ്സ്. ഓക്കെ, വർക്ക് ഡൺ ബൈ എ കോൺസ്റ്റൻറ്റ് ഫോഴ്സ്. ഇത് രണ്ടും പഠിക്കാനുണ്ട്. വർക്ക് ഡൺ ബൈ കോൺസ്റ്റൻറ്റ് ഫോഴ്സും വർക്ക് ഡൺ ബൈ വേരിയബിൾ ഫോഴ്സും. അത് രണ്ടും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ. അപ്പം നമ്മൾ ഈ ഡിറൈവ് ചെയ്യാൻ പോകുന്ന ഇക്വേഷൻ കോൺസ്റ്റൻറ്റ് ഫോഴ്സ് ആണെങ്കിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. കോൺസ്റ്റൻറ്റ് ഫോഴ്സ് ആയിരിക്കണം. ഓക്കെ, ഞാനിവിടെ ഒരു ഹൊറിസോണ്ടൽ സർഫസ് വിചാരിക്കാം. ഈ ഹൊറിസോണ്ടൽ സർഫസിൽ നമ്മളിവിടെ ഒരു ഒബ്ജക്റ്റ് വെക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഒബ്ജക്റ്റ് വെച്ചിട്ട് നമ്മൾ ആ ഒബ്ജക്റ്റിൻ്റെ മുകളിൽ നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യാണ്. അപ്പോൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഡയറക്ഷനിൽ ഫോഴ്സ് അപ്ലൈ ചെയ്തു എന്ന് വിചാരിച്ചു. ഈ ഡയറക്ഷനിൽ ഫോഴ്സ് അപ്ലൈ ചെയ്താൽ അപ്പോൾ ബോഡി മൂവ് ചെയ്യുന്നു. അപ്പോൾ ബോഡി മൂവ് ചെയ്യുന്ന ഡയറക്ഷനായത്. ബോഡി മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ ഫോഴ്സ് ഇങ്ങനെ അപ്ലൈ ചെയ്താൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഈ രീതിയിലായിരിക്കും. ഓക്കെ, പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് ഈ രീതിയിൽ ഉണ്ടാവണമെങ്കിൽ എന്ന് പറഞ്ഞാൽ ബോഡി ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്യണമെങ്കിൽ ഫോഴ്സ് ഇങ്ങനെ തന്നെ കൊടുക്കണമെന്ന് നിർബന്ധമില്ല. കാരണം നോക്കിക്കോളൂ, ഇപ്പം ഇപ്പോൾ ഞാൻ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് ഈ ബോഡീൻ്റെ മുകളിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് ഈ ഡയറക്ഷനിലാണെന്ന് വിചാരിച്ചു. ഈ ഡയറക്ഷനിലാണ് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു കാര്യം, അപ്പം ഞാൻ ഈ ബുക്ക് ഞാനിവിടെ വെച്ചു, ഇതുപോലെ ഒരു ഹൊറിസോണ്ടൽ സർഫസിൽ വെച്ചു. ഓക്കെ, ഈ ടോപ്പിക്ക് നമ്മളിപ്പോൾ പറയുന്നത് ഫ്രിക്ഷൻ നെഗ്ലക്റ്റ് ചെയ്തുകൊണ്ടാണ്. ഈ ഫോഴ്സ് ഇത് ഒരു കോൺസ്റ്റൻറ്റ് ഫോഴ്സാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെയുള്ള ഫ്രിക്ഷൻ തൽക്കാലം ഇല്ല എന്ന് വിചാരിക്കും. ഫ്രിക്ഷനെ നെഗ്ലക്റ്റ് ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഒരു കോൺസ്റ്റൻറ്റ് ഫോഴ്സ് അപ്ലൈ ചെയ്തു. ഓക്കെ, അപ്പോൾ ഞാൻ ഫോഴ്സ് അപ്ലൈ ചെയ്തത് കുറച്ച് ഇൻക്ലൈൻഡ് ആയിട്ട്, കുറച്ച് ചെരിഞ്ഞിട്ടല്ലേ. ഇപ്പോൾ ഈ ബുക്ക് ഞാൻ ഈ ഹൊറിസോണ്ടൽ സർഫസിൽ വെച്ചു, ഇപ്പോൾ ഈ ബ്ലോക്ക് വെച്ചതുപോലെ. ഓക്കെ,
എന്നിട്ട് ഞാൻ ഇവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്തത് കുറച്ച് ഇൻക്ലൈൻഡ് ആയിട്ട് ചെരിഞ്ഞിട്ടാണ് അല്ലേ. അതുപോലെ ഞാൻ ഈ ബുക്കിൻ്റെ ഈ പേജ് ഞാൻ ഇങ്ങനെ കുറച്ച് ഇൻക്ലൈൻഡ് ആക്കി പിടിച്ചു, കുറച്ച് ചെരിച്ച് പിടിച്ചു. ഓക്കെ, അപ്പം ഞാൻ ഇങ്ങനെയാണ് ഈ ഡയറക്ഷനിലാണ് ഞാൻ പിടിച്ചിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം ഈ ഡയറക്ഷനിലാണ് ഞാൻ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെ കുറച്ച് ചെരിച്ച് ഇൻക്ലൈൻഡ് ആയിട്ടല്ലേ ഉള്ളത്. അപ്പോൾ ഈ ഡയറക്ഷനിലാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. പക്ഷേ ബുക്ക് നീങ്ങുന്നത് എങ്ങനെയാണെന്ന് നോക്കൂ. അപ്പോൾ ഫോഴ്സ് ഉള്ളത് കുറച്ച് ഇങ്ങനെ ഇൻക്ലൈൻഡ് ആയിട്ടാണ്. ബുക്ക് നീങ്ങുന്നത് ഈ സർഫസിലൂടെ, ഓക്കെ. അപ്പോൾ ഫോഴ്സ് ഇങ്ങനെ ഇൻക്ലൈൻഡ് ആയിട്ടാണുള്ളത്. ബുക്ക് നീങ്ങുന്നത് ഈ സർഫസിലൂടെ എന്ന് പറഞ്ഞാൽ അതാണ് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡയറക്ഷൻ. ബുക്ക് നീങ്ങുന്നത് ഇങ്ങനെയാണല്ലോ, അപ്പോൾ ഇതാണ് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡയറക്ഷൻ. പക്ഷേ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് കുറച്ച് ഇൻക്ലൈൻഡ് ആയിട്ടുള്ളത്. അതായത് നമ്മൾ പറയുന്നത് ഫോഴ്സ് ഇങ്ങനെ അപ്ലൈ ചെയ്താലും ഈ ബുക്ക് നീങ്ങിയത് സർഫസിലൂടെയല്ലേ. അപ്പോൾ ഫോഴ്സ് ഇങ്ങനെ അപ്ലൈ ചെയ്താലും ഈ ബുക്കാണെങ്കിൽ ഈ സാധനം സർഫസിലൂടെയാണ് നീങ്ങുക. അപ്പോൾ സർഫസിലൂടെ ഇങ്ങനെ നീങ്ങുമ്പം ഇതാണ് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡയറക്ഷൻ. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞത് ഫോഴ്സ് ഇങ്ങനെ അപ്ലൈ ചെയ്താലും ഈ ബോഡി എങ്ങനെ മൂവ് ചെയ്യാം, ബോഡി ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്യാം എന്ന് പറഞ്ഞ അർത്ഥം ഈ ഡയറക്ഷനിലാണ് അതിൻ്റെ എന്തെന്ന് ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ആ ഡയറക്ഷനിലാണ് അതിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് ഉള്ളത് അല്ലേ. അപ്പോൾ ഈ ഡയറക്ഷനിൽ ഡിസ്പ്ലേസ്മെൻറ്റ്, അപ്പോൾ ഇവിടെയുള്ള ഒബ്ജക്റ്റ് ഇവിടെ എത്തിയെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ഫോഴ്സ് ഇങ്ങനെ അപ്ലൈ ചെയ്തപ്പോൾ എന്തുകൊണ്ട് ഈ ഡയറക്ഷനിൽ ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടായി? അങ്ങനെ ഉണ്ടാകാം. അപ്പോൾ ഉണ്ടാകുന്ന കേസാണ് നമ്മളിപ്പോൾ കാണിച്ചത്. അപ്പോൾ എന്തുകൊണ്ട് ഈ ഡയറക്ഷനിൽ ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടായി? അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് ഈ ഡയറക്ഷനിൽ ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടാവണമെങ്കിൽ ഈ ഡയറക്ഷനിൽ ഫോഴ്സ് വേണം. ഈ ഡയറക്ഷനിൽ ഫോഴ്സ് ഉണ്ടായാലല്ലേ ഈ ഡയറക്ഷനിൽ ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടാവും. അതെങ്ങനെ ഈ ഡയറക്ഷനിൽ ഫോഴ്സ് വരുന്നു? നിങ്ങൾ വെക്ടേഴ്സ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടാവും. ഈ ഫോഴ്സിനെ നമുക്ക് രണ്ട് കമ്പോണൻ്റ് ആക്കി മാറ്റാം അല്ലേ. റെസൊല്യൂഷൻ ഓഫ് എ വെക്ടർ പഠിച്ചില്ലേ? ഇതിനെ നമുക്ക് രണ്ട് കമ്പോണൻ്റ് ആക്കി മാറ്റാം. എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ ഞാൻ തീറ്റ എന്നെടുത്തു കഴിഞ്ഞാൽ ആ ഫോഴ്സിനെ നമുക്ക് രണ്ട് കമ്പോണൻ്റ് ആക്കി മാറ്റാം. അപ്പോൾ ഫോഴ്സിനെ കമ്പോണൻ്റ് ആക്കും എങ്ങനെയാണ്? ഒരു കമ്പോണൻ്റ് ഇങ്ങോട്ട് ഈ ഡയറക്ഷനിൽ, അതാണ് എഫ് കോസ് തീറ്റ, പഠിച്ചിട്ടില്ലേ? എഫ് കോസ് തീറ്റ. ഒരു കമ്പോണൻ്റ് ഇങ്ങോട്ട് വരും, അതാണ് എഫ് സൈൻ തീറ്റ. അപ്പോൾ ഈ ഫോഴ്സിൻ്റെ ഒരു ഭാഗം, ഒരു കമ്പോണൻ്റ് എക്സ് ആക്സിസിലും അതിൻ്റെ ഒരു കമ്പോണൻ്റ് വൈ ആക്സിസിലും ആയിട്ട് അതിനെ ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എഫ് കോസ് തീറ്റ എന്ന് പറയുന്ന ഫോഴ്സ്, അപ്പോൾ ഫോഴ്സിൻ്റെ കമ്പോണൻ്റ് ആണല്ലോ, അപ്പോൾ ഇതൊരു ഫോഴ്സാണ്. എഫ് കോസ് തീറ്റ എന്നുള്ള ഫോഴ്സ് ഈ ഡയറക്ഷനിലാണല്ലോ. അപ്പോൾ ഈ ഫോഴ്സ് കാരണമാണ്, എഫ് കോസ് തീറ്റ എന്നുള്ള ആ ഫോഴ്സ് കാരണമാണ് ഈ ഡയറക്ഷനിൽ ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടായത്. ഓക്കെ, അപ്പോൾ ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടാവാൻ കാരണമായ ഫോഴ്സ് ഏതാണ്? എഫ് കോസ് തീറ്റയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ വർക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? അപ്പോൾ വർക്ക് കാൽക്കുലേറ്റ് ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ വർക്ക് ഈക്വൽ ടു, ശരിക്കും വർക്ക് എന്ന് പറഞ്ഞാൽ ലോവർ ക്ലാസ്സെല്ലാം പഠിച്ചില്ല. വർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. വർക്ക്. പക്ഷേ ഏത് ഫോഴ്സ് എടുക്കുമ്പോൾ ഈ ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടാവാൻ കാരണമായ ഫോഴ്സ് എടുക്കണം. എന്നിട്ട് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് എടുക്കണം. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ് വർക്ക്. അപ്പോൾ ഈ ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടാവാൻ കാരണമായ ഫോഴ്സ് ഏതാണ്? എഫ് കോസ് തീറ്റയാണ്. അപ്പോൾ വർക്ക് കാണേണ്ടത് കമ്പോണൻ്റ് ഓഫ് ഫോഴ്സിൻ്റെ കമ്പോണൻ്റ്. ഏത് കമ്പോണൻ്റ്? ഈ കമ്പോണൻ്റ് അല്ലേ എടുക്കേണ്ടത്. അപ്പോൾ കമ്പോണൻ്റ് ഓഫ് ഫോഴ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ്. Component of force in the direction of displacement. Okay, into displacement. ഇതാണ് വർക്ക് കാണേണ്ട ഫോർമുല. കമ്പോണൻ്റ് ഓഫ് ഫോഴ്സ് ഇൻ ദ എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡയറക്ഷനിലുള്ള കമ്പോണൻറ്റ്. ഡിസ്പ്ലേസ്മെൻറ്റ് ഇതാണല്ലോ, ഇതിൻ്റെ ഡയറക്ഷനിലുള്ള കമ്പോണൻറ്റ് എഫ് കോസ് തീറ്റ ആണല്ലോ. അപ്പോൾ കമ്പോണൻ്റ് ഓഫ് ഫോഴ്സ് ഉദ്ദേശിക്കുന്നത് എഫ് കോസ് തീറ്റ. അത് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻറ്റു എസ്. ഓക്കെ, അപ്പോൾ വർക്കിൻ്റെ ഫോർമുല എന്തായി? ഏത് കമ്പോണൻ്റ് എടുക്കണം? എഫ് കോസ് തീറ്റ. കാരണം എഫ് കോസ് തീറ്റ എടുക്കാൻ കാരണം ഈ ഫോഴ്സ് കാരണമാണ് ഈ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായത്. അപ്പോൾ എഫ് കോസ് തീറ്റയാണ് കമ്പോണൻറ്റ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ ഇൻറ്റു എസ്. ഓക്കെ, സോ വർക്ക് ഈക്വൽ ടു എഫ് എസ് കോസ് തീറ്റ എന്നുള്ള ഒരു ഇക്വേഷൻ കിട്ടും.
വർക്ക് ഈക്വൽ എഫ് എസ് കോസ് തീറ്റ. ഓക്കെ, വർക്ക് ഈക്വൽ ടു എഫ് എസ് കോസ് തീറ്റ. ഇനി നിങ്ങൾ വെക്റ്റേഴ്സ് ചാപ്റ്ററിൽ ഇത് പഠിച്ചില്ലേ, ഡോട്ട് പ്രൊഡക്റ്റും ക്രോസ് പ്രൊഡക്റ്റും പഠിച്ചില്ലേ? ഓക്കെ, ഇപ്പോൾ വെക്റ്റർ എ ഡോട്ട് വെക്റ്റർ ബി, വെക്റ്റർ എ ഡോട്ട് വെക്റ്റർ ബി എന്ന് വെച്ചാൽ എന്താണ്? എ ബി കോസ് തീറ്റ പഠിച്ചില്ലേ? എ ബി കോസ് തീറ്റ. എ ക്രോസ് ബി ആണെങ്കിലോ, വെക്റ്റർ എ ക്രോസ് വെക്റ്റർ ബി ആണെങ്കിലോ നിങ്ങൾ പഠിച്ചത് എ ബി സൈൻ തീറ്റ അല്ലേ? അങ്ങനെ പഠിച്ചില്ലേ? ഓക്കെ, എയും ബിയും തമ്മിലുള്ള ആംഗിളാണ് തീറ്റ. എയും ബിയും തമ്മിലുള്ള ആംഗിളാണ് തീറ്റ. അപ്പോൾ ഇതുള്ളത് എഫ് എസ് കോസ് തീറ്റ. എഫ് എസ് കോസ് തീറ്റ എന്ന് പറയുമ്പോൾ എ ബി കോസ് തീറ്റ പോലെ എഫ് എസ് കോസ് തീറ്റ. അപ്പോൾ എഫ് എസ് കോസ് തീറ്റ ആണെങ്കിൽ എങ്ങനെ എഴുതണം? എഫ് എസ് കോസ് തീറ്റ ആണെങ്കിൽ ഇത് എ ബി കോസ് തീറ്റ എ ഡോട്ട് ബി എന്ന് എഴുതിയ പോലെ എഫ് എസ് കോസ് തീറ്റനെ എങ്ങനെ എഴുതണം? വെക്റ്റർ എഫ്, അങ്ങനെ എഴുതുമ്പോൾ വെക്റ്റർ നൊട്ടേഷൻ ഉപയോഗിക്കണേ. വെക്റ്റർ എഫ് ഡോട്ട് വെക്റ്റർ എസ്. അപ്പോൾ എഫ് ഡോട്ട് എസ്, വെക്റ്റർ എഫ് ഡോട്ട് വെക്റ്റർ എസ്. എഫ് ഡോട്ട് എസ് എന്ന് പറഞ്ഞാൽ എഫ് എസ് കോസ് തീറ്റ. ഇത് കണ്ടാൽ വർക്ക് കിട്ടും അല്ലേ? ഇത് ഡോട്ട് പ്രൊഡക്റ്റ് അല്ലേ? ഡോട്ട് പ്രൊഡക്റ്റിൻ്റെ വേറെ പേരല്ലേ സ്കേലാർ പ്രൊഡക്റ്റ്? കാരണം എന്താണ് ഡോട്ട് പ്രൊഡക്റ്റിനെ സ്കേലാർ പ്രൊഡക്റ്റ് എന്ന് വിളിക്കാൻ കാരണം, ഈ ഡോട്ട് പ്രൊഡക്റ്റ് കണ്ടാലുള്ള ആൻസർ, ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും വെക്റ്റർ ആയിരിക്കും. ഡോട്ട് പ്രൊഡക്റ്റിൻ്റെ ആൻസർ എപ്പോഴും സ്കേലാർ ആയിരിക്കും. ഡോട്ട് പ്രൊഡക്റ്റ് കണ്ടാലുള്ള ആൻസർ എപ്പോഴും സ്കേലാർ ആയിരിക്കും. പക്ഷേ ക്രോസ് പ്രൊഡക്റ്റിൻ്റെ ആൻസർ എപ്പോഴും വെക്റ്റർ ആയിരിക്കും. അപ്പോൾ ഇതിപ്പോൾ ഡോട്ട് പ്രൊഡക്റ്റ് അല്ലേ? ഇത് രണ്ടും വെക്റ്ററാണ്, ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും വെക്റ്ററാണ്. അപ്പോൾ ഇതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റാണ് വർക്ക്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഇതല്ലേ വർക്ക്? ഇതിൻ്റെ ആൻസർ എപ്പോഴും ഒരു സ്കേലാർ ആയിരിക്കും. ഡോട്ട് പ്രൊഡക്റ്റ് കണ്ടാൽ കിട്ടുന്ന ആൻസർ എപ്പോഴും ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആയിരിക്കും. സോ വർക്ക് ഈസ് എ സ്കേലാർ. വർക്ക് ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. ഓക്കെ, ഇനി വർക്കിൻ്റെ എസ് ഐ യൂണിറ്റ് എന്ത് വരും? ഇതിൻ്റെ എസ് ഐ യൂണിറ്റ് വരിക ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണല്ലോ. ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ, ഡിസ്പ്ലേസ്മെൻറ്റ് മീറ്റർ. അപ്പോൾ ന്യൂട്ടൺ മീറ്റർ അല്ലേ? ന്യൂട്ടൺ മീറ്ററിൻ്റെ വേറെ പേരാണ് ജൂൾ അല്ലേ? ജൂൾ ജെ. അപ്പോൾ വർക്കിൻ്റെ യൂണിറ്റ് ജൂളാണ്, ന്യൂട്ടൺ മീറ്ററാണ്. ഓക്കെ, ഇനി വർക്കിൻ്റെ ഡയമെൻഷണൽ ഫോർമുല ഓഫ് വർക്കിൻ്റെ ഇതൊക്കെ നിങ്ങൾ പഠിച്ചാണ് എങ്കിലും ഒന്ന് ജസ്റ്റ് പറയാണ്. ഡയമെൻഷണൽ ഫോർമുല ഫോഴ്സിൻ്റെ എന്തായിരുന്നു? ഫോഴ്സിൻ്റെത് ml(T⁻²) അല്ലേ? പിന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് എല്ലും. ഓക്കെ, സോ ഇറ്റ് വിൽ ബിക്കം ml²T⁻² അല്ലേ? ml²T⁻² ആയിരിക്കും ഡയമെൻഷണൽ ഫോർമുല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കിട്ടും. ഇനി ഇതേ ഡയമെൻഷണൽ ഫോർമുല വരുന്ന വർക്കിൻ്റെ അതേ ഡയമെൻഷണൽ ഫോർമുല വരുന്ന ക്വാണ്ടിറ്റിയാണ് ഇത്. നമുക്ക് ഈ ചാപ്റ്ററിൽ തന്നെ പഠിക്കാം. വർക്കിൻ്റെ അതേ ഡയമെൻഷണൽ ഫോർമുല ആയിരിക്കും എനർജിക്ക്. വർക്കിൻ്റെ അതേ ഡയമെൻഷണൽ ഫോർമുലയാണ് എനർജിക്ക്. അതുപോലെ വർക്കിൻ്റെ അതേ ഡയമെൻഷണൽ ഫോർമുല വരുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് ടോർക്ക് എന്ന് പറയും. വർക്കിൻ്റെ അതേ ഡയമെൻഷണൽ ഫോർമുല വരുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് ടോർക്ക്. അത് നിങ്ങൾ നെക്സ്റ്റ് ചാപ്റ്ററിൽ പഠിക്കും. ടോർക്കിനെ പറ്റിയൊക്കെ നെക്സ്റ്റ് ചാപ്റ്ററിലാണ് പഠിക്കുന്നത്. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു പോയിൻ്റ് അവിടെ പറഞ്ഞു വെച്ചതാണ്. വർക്കിൻ്റെ അതേ ഡയമെൻഷണൽ ഫോർമുലയാണ് ടോർക്കിന്. ഓക്കെ, അപ്പോൾ വർക്ക് കാണുന്ന ഇക്വേഷൻ എഫ് എസ് കോസ് തീറ്റയാണ്. ഇതിൽ ആര് തമ്മിലുള്ള ആംഗിളാണ് തീറ്റ? തീറ്റ എന്ന് പറയുന്നത് തീറ്റ ഈസ് ദ പിക്ചർ നോക്കൂ. തീറ്റ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ, ഇത് ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് അല്ലേ? ഫോഴ്സ്, ഇത് ഡയറക്ഷൻ ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള ആംഗിളാണ് തീറ്റ. അപ്പോൾ സോ തീറ്റ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഇങ്ങനെയാണ് വർക്ക് കാണാം. ഒരു കാര്യം ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാണ്. ദിസ് ഫോർമുല ഈസ് ഓൺലി ഫോർ കോൺസ്റ്റൻറ്റ് ഫോഴ്സ്. ഓക്കെ, നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് കോൺസ്റ്റൻ്റ് ആയിരിക്കണം. ഫോഴ്സ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ വർക്ക് കാണേണ്ട ഫോർമുല ഇത്. ഓക്കെ, എഫ് എസ് കോസ് തീറ്റ. സോ ദിസ് ഫോർമുല വി ക്യാൻ യൂസ് ഇഫ് ദ ഫോഴ്സ് ഈസ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, റെഡി. നെക്സ്റ്റ് ഡിഫറൻറ്റ് types of work. ഓക്കെ, മെയിനായിട്ട് 3 ടൈപ്പ് വർക്കാണുള്ളത്. അതിൽ ഫസ്റ്റ് വൺ
പോസിറ്റീവ് വർക്ക്. ഓക്കെ. സെക്കൻഡ് വൺ സീറോ വർക്ക്. തേർഡ് വൺ നെഗറ്റീവ് വർക്ക്. പോസിറ്റീവ് വർക്ക്, സീറോ വർക്ക് ആൻഡ് നെഗറ്റീവ് വർക്ക്. ഓക്കെ. ഫസ്റ്റ് നമുക്കിത് പറയാം. പോസിറ്റീവ് വർക്ക് എപ്പോഴാണ് പോസിറ്റീവ് ആവുക? ഇപ്പോൾ ഒരു സർഫസിൽ ഓക്കെ നമ്മളൊരു ഒബ്ജക്റ്റ് വെച്ചു. ഈ ഒബ്ജക്റ്റിൻ്റെ മുകളിൽ നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ആണ്. ഞാൻ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് ഈ ഡയറക്ഷനിലാണെന്ന് വിചാരിച്ചു. ഈ ഡയറക്ഷനിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇൻക്ലൈൻഡ് ആയിട്ട് ആ സംഭവം വിട് തൽക്കാലം ഇങ്ങനെ വിചാരിച്ചു. ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് ഇങ്ങനെയാണെങ്കിൽ അത് തീർച്ചയായിട്ടും മൂവ് ചെയ്യുക ഈ ഡയറക്ഷനിലല്ല, ഈ ഡയറക്ഷനിൽ തന്നെയാണ് മൂവ് ചെയ്യുക അല്ലേ? അപ്പോൾ ഈ ഡയറക്ഷനിൽ തന്നെ ഇതേ ദിശയിൽ തന്നെ അത് മൂവ് ചെയ്യും എന്ന് പറഞ്ഞാൽ ഇതാണ് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ ഈ പിക്ചർ പ്രകാരം ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും സെയിം ഡയറക്ഷൻ അല്ലേ? രണ്ടുമുള്ളത് സെയിം ഡയറക്ഷനിലല്ലേ? ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും ഇവർ തമ്മിലുള്ള ആംഗിൾ അല്ലേ തീറ്റ? ഇവർ തമ്മിലുള്ള ആംഗിളാണ് തീറ്റ. അപ്പോൾ ഇത് രണ്ടും സെയിം ഡയറക്ഷനിലായി കഴിഞ്ഞാൽ അവർ തമ്മിൽ ആംഗിൾ ഇല്ല അല്ലേ? സെയിം ഡയറക്ഷനിൽ രണ്ടാൾക്കാർ സെയിം ഡയറക്ഷനിൽ വന്നാൽ നമ്മളെങ്ങനെ ആംഗിൾ മാർക്ക് ചെയ്യാം? നമുക്ക് ആംഗിൾ മാർക്ക് ചെയ്യാൻ പറ്റില്ല, രണ്ടും പാരലാണ്. അപ്പോൾ ഇവർ തമ്മിൽ ആംഗിൾ ഉണ്ടാവില്ല. അപ്പോൾ ആംഗിൾ തീറ്റ 0 ഡിഗ്രിയാണ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ വർക്ക് എന്ത് വരും? വർക്ക് ഈക്വൽ ടു എഫ് എസ് കോസ് തീറ്റ എന്നല്ല ഇക്വേഷൻ. അപ്പോൾ എഫ് എസ് കോസ് തീറ്റയ്ക്ക് വരെ 0 ഡിഗ്രി. കോസ് 0 1 ആണ്. അപ്പോൾ ഇത് എഫ് എസ് കിട്ടും. വർക്ക് ഈക്വൽ ടു എഫ് എസ്. വെറും എഫ് എസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആണല്ലേ? പോസിറ്റീവ് എഫ് എസ് ആണ്. ഓക്കെ. അപ്പോൾ വർക്ക് പോസിറ്റീവാണ്. അപ്പോൾ വർക്ക് പോസിറ്റീവ് ആവണമെങ്കിൽ ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും സെയിം ഡയറക്ഷനിലായാലും വർക്ക് പോസിറ്റീവ് ആവും അല്ലേ? പക്ഷേ ഈ കേസിൽ മാത്രമല്ല വർക്ക് പോസിറ്റീവ് ആവുക കേട്ടോ. ഈ കേസിൽ മാത്രമല്ല വർക്ക് പോസിറ്റീവ് ആവുക. ഇപ്പോൾ തീറ്റ ഒരു 45 ഡിഗ്രിയാന്ന് വിചാരിക്കും. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെച്ചു, ഫോഴ്സ് ഇങ്ങനെ അപ്ലൈ ചെയ്തു, ഡിസ്പ്ലേസ്മെൻറ്റ് ഇങ്ങനെ. അപ്പോൾ തീറ്റ ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റ് തമ്മിലുള്ള ആംഗിൾ അല്ലേ തീറ്റ? അപ്പോൾ തീറ്റ ഒരു 45 ഡിഗ്രിയാന്ന് വിചാരിക്കും. അപ്പോൾ വർക്ക് എത്രയാണ്? വർക്ക് എഫ് എസ് കോസ് 45 എന്ന് പറഞ്ഞാൽ 1/√2. അപ്പോൾ എഫ് എസ് ഇൻറ്റു 1/√2 അല്ലേ? ഇത് പോസിറ്റീവ് അല്ലേ? അതായത് തീറ്റ ഈ തീറ്റ എന്ന് പറഞ്ഞ ആംഗിൾ ലെസ് ദാൻ 90 ആണെങ്കിൽ, അപ്പോൾ 0 മുതൽ 0 ആവല്ലേ? തീറ്റ 0 ആവാം. അതുമുതൽ ലെസ് ദാൻ 90 ആകുന്നവരെ. ഗ്രേറ്റർ ദാൻ 90 ആകുമ്പോൾ ഇല്ലേ വർക്ക് ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ 90. ഇപ്പോൾ എഫ് എസ് കോസ് തീറ്റ ഒരു 120 ഡിഗ്രി. 120 ഡിഗ്രി എന്ന് പറയുമ്പോൾ എന്തായി? ഗ്രേറ്റർ ദാൻ 90 ആയില്ലേ? കോസ് 120 എന്ന് പറഞ്ഞാൽ -1/2 ആണ്. അപ്പോൾ എഫ് എസ് ഇൻറ്റു -1/2. അപ്പോൾ നെഗറ്റീവ് ആയില്ലേ? അതായത് ഞാൻ പറഞ്ഞു വരുന്നത് തീറ്റ 0 ആയാൽ വർക്ക് എന്താണ്? പോസിറ്റീവാണ്. ആ 0 മുതൽ 90 ഡിഗ്രീനേക്കാൾ ലെസ്, അതായത് ബിറ്റ്വീൻ 0 ആവാം പിന്നെ 90 ഡിഗ്രീനേക്കാൾ ലെസ്സും, അങ്ങനെയാണ് തീറ്റയെങ്കിൽ വർക്ക് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ അപ്പോൾ നമുക്കൊരു പോയിന്റിലെത്താം. വർക്ക് ഈസ് പോസിറ്റീവ് ഇഫ് എങ്ങനെയാണെങ്കിൽ തീറ്റ ഓക്കെ. തീറ്റ എന്തൊക്കെയാവാന്ന് പറഞ്ഞത്? തീറ്റ ലെസ് ദാൻ 90 ഒരു പോയിന്റ്. പിന്നെ തീറ്റ ഈ കേസിൽ 0 ആയാലും വർക്ക് പോസിറ്റീവാണ്. അപ്പോൾ 0 ആവാം. അപ്പോൾ നമ്മൾ തീറ്റ 0 ഡിഗ്രി എഴുതി. അപ്പോൾ 0 ആവാം പിന്നെ 0നേക്കാൾ കൂടി പക്ഷേ 90. അപ്പോൾ ഇങ്ങനെ കൊടുക്കാം. ഇവിടെ ഒരു ഈക്വൽ ടു കൊടുക്കണം. അതിന് കാരണം എന്താ? 0 ആവാമല്ലോ. അപ്പോൾ തീറ്റ ഈക്വൽ ടു 0 ആവാം. ഈക്വൽ ടു 0 ആവാം. പിന്നെ 0നേക്കാൾ കൂടുതൽ, അതുപോലെ 90നേക്കാൾ ലെസ്സും. ഇങ്ങനെയാണ് തീറ്റയെങ്കിൽ വർക്ക് എന്തായിരിക്കും? വർക്ക് പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഞാൻ ഈ ഒരു കണ്ടീഷൻ നമ്മൾ പറഞ്ഞു തന്നുള്ളൂ. പക്ഷേ മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പോയിന്റ് ഇതാണ്, ഈ സംഭവമാണ്. അതായത് ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും സെയിം ഡയറക്ഷനിലായാൽ
വർക്ക് പോസിറ്റീവാണ്. ഇനി സെയിം ഡയറക്ഷനിലായാലും നമ്മളിപ്പോൾ ഇനി ഫോമിൽ എഫ് എസ് കോസ് തീറ്റ ഒന്നും ഉപയോഗിക്കാൻ പോകണ്ട. സെയിം ഡയറക്ഷനിലായാലും ഓർമ്മിച്ചോ, ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും സെയിം ഡയറക്ഷനിലായാലും എഫ് എസ് മതി. ഓക്കെ, അപ്പോൾ വർക്ക് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇതിന് നമ്മൾ ഒരു എക്സാമ്പിൾ പറയാൻ പോവുകയാണ്. എക്സാമ്പിൾ കുറേ പറയാം. ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റ് സെയിം ഡയറക്ഷനിലാണെന്നൊന്നുമില്ല. ഇവിടെ ഒരു ഒബ്ജക്റ്റ് വെച്ചു, ഞാൻ ഫോഴ്സ് കൊടുത്തു, അപ്പോൾ ഫോഴ്സിൻ്റെ അതേ ഡയറക്ഷനിൽ ഡിസ്പ്ലേസ്മെൻറ്റ്. അങ്ങനെയാണെങ്കിൽ ഫോഴ്സിൻ്റെ അതേ ഡയറക്ഷനിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ആണെങ്കിൽ വർക്ക് പോസിറ്റീവാണ്. അപ്പോൾ അതിന് ഇങ്ങനെ ഒരു എക്സാമ്പിൾ പറയുന്നത്, അതായത് നമ്മളിപ്പോൾ നമ്മുടെ എർത്തിലേക്ക് ഒരു ഒബ്ജക്റ്റ് വീഴുകയാണ്. എ ബോഡി ഫോളിങ് ടു എർത്ത് ആകുമ്പം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നമുക്കറിയാം എപ്പോഴും ഡൗൺവേർഡ് അല്ലേ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അപ്പോൾ ഈ ബോഡി താഴോട്ട് വരാൻ കാരണം ആരാ? ബോഡി താഴോട്ട് വരാൻ കാരണം ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ്. അതിൻ്റെ അർത്ഥം ഇതിനെ താഴോട്ടേക്ക് കൊണ്ടുവരാനുള്ള വർക്ക് ചെയ്യുന്നത് ആരാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അപ്പോൾ നമുക്ക് പറയാം വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്? വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. കാരണം ഇത് കാരണമല്ലേ താഴോട്ടേക്ക് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റും താഴോട്ടാണ്, കാരണം ഇത് താഴോട്ടേക്കല്ലേ മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് താഴോട്ടാണ്. അപ്പോൾ ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും എങ്ങായി? സെയിം ഡയറക്ഷനിലായി. നമ്മൾ പഠിച്ചെന്നാൽ ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും സെയിം ഡയറക്ഷനിലായാൽ വർക്ക് എന്താണ്? പോസിറ്റീവാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം? ദ വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വെൻ എ ബോഡി ഫോൾസ് ടു എർത്ത്. ഒരു ബോഡി എർത്തിലേക്ക് ഫോൾ ചെയ്യുമ്പം വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് പോസിറ്റീവാണ്, ബിക്കോസ് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ആർ ഇൻ സെയിം ഡയറക്ഷൻ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് സീറോ വർക്ക്. ഓക്കെ, സീറോ വർക്കാണ്. അപ്പോൾ ഇതിൽ സീറോ വർക്ക് എപ്പോഴാണ് സീറോ? വർക്ക് സീറോ ആകുന്ന ഒരു കേസ് നമ്മൾ ആദ്യം പറഞ്ഞു. വർക്ക് സീറോ ആവണമെങ്കിൽ നമ്മളിപ്പോൾ ഒരു ബോഡീനെ നന്നായിട്ട് തള്ളുന്നു, പക്ഷേ ബോഡി ചലിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന് ഡിസ്പ്ലേസ്മെൻറ്റ് ഇല്ല. ഡിസ്പ്ലേസ്മെൻറ്റ് ഇല്ലെങ്കിൽ നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ ഡിസ്പ്ലേസ്മെൻറ്റ് ഇല്ലെങ്കിൽ വർക്കില്ല. അപ്പോൾ വർക്ക് സീറോ ആകുന്ന ഒരു കണ്ടീഷൻ എന്ത് പാടില്ല? ഡിസ്പ്ലേസ്മെൻറ്റ് പാടില്ല. എന്ന് പറഞ്ഞാൽ ഫോഴ്സ് നിങ്ങൾ അപ്ലൈ ചെയ്തോളൂ, പക്ഷേ ബോഡി മൂവ് ചെയ്യുന്നില്ലെങ്കിൽ വർക്കില്ല. ഇൻ ടേംസ് ഓഫ് ഫിസിക്സ് ദർ ഈസ് നോ വർക്ക്. ഓക്കെ, ഇനി വർക്ക് സീറോ ആകുന്ന വേറെ കേസ് എപ്പോൾ? വർക്ക് സീറോ ആകുന്ന കേസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ് ഞാൻ ഇവിടെ വെച്ചു. ഓക്കെ, ഈ ഒബ്ജക്റ്റിൻ്റെ മുകളിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് ഈ ഡയറക്ഷനിലാണ് ഫോഴ്സ് ഇങ്ങനെയാണുള്ളത്. പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് ഇങ്ങനെയാണുള്ളതെന്ന് വിചാരിച്ചോ. ഓക്കെ, അപ്പോൾ ഫോഴ്സ് ഇങ്ങനെ, ഡിസ്പ്ലേസ്മെൻറ്റ് ഇങ്ങനെ. അപ്പോൾ ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി അല്ലേ. അപ്പോൾ തീറ്റ = 90 ഡിഗ്രിയാണ്. അപ്പോൾ നമ്മുടെ വർക്കിൻ്റെ ഫോർമുല എഫ് എസ് കോസ് തീറ്റ എത്രയാണ്? 90 ആണ്. കോസ് 90 എന്താണ്? 0 ആണ്. കോസ് 90 0 ആയതുകൊണ്ട് 0 വരും. അപ്പോൾ വർക്ക് 0 ആയില്ലേ. അപ്പോൾ വർക്ക് 0 ആകും. അപ്പോൾ ഒന്ന് ഡിസ്പ്ലേസ്മെൻറ്റ് ഇല്ലെങ്കിൽ, പിന്നെ ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും പെർപെൻഡിക്കുലർ ആയാൽ, എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ വർക്ക് 0 ആണ്. ഓക്കെ, അപ്പോൾ ഇതിനൊരു എക്സാമ്പിൾ. ഓക്കെ, ഇപ്പം ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ബാഗ് ഉണ്ട്. അപ്പോൾ ബാഗ് പിടിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പിടിക്കുക എന്നാണ് അർത്ഥം. നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നത് എങ്ങനെയാണ്? ഫോഴ്സ് കൊടുക്കുന്നത് മുകളിലേക്കാണ്. ഇങ്ങനെയല്ലേ പിടിക്കുന്നത്. അപ്പോൾ ഫോഴ്സ് കൊടുക്കുന്നത് മുകളിലേക്കാണ്. ഓക്കെ, അപ്പോൾ ഫോഴ്സ് മുകളിലേക്കാണ്. ഇങ്ങനെ പിടിച്ചിട്ടാണ്, അപ്പോൾ ഫോഴ്സ് മുകളിലേക്കാണ്. ഓക്കെ, അപ്പം ഫോഴ്സ് അപ്വേർഡാണെന്ന് ഓർമ്മിച്ചോ. എന്നിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ഹൊറിസോണ്ടലായിട്ട് നടക്കുന്നു. അപ്പോൾ ഹൊറിസോണ്ടലായിട്ട് നടക്കുക എന്ന് പറയുമ്പോൾ ഈ ബാഗിനെ നോക്ക്. ബാഗിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങനെയാണ്? ഫോർവേഡ് ഡയറക്ഷനിലാണ്. അപ്പോൾ ഞാനിങ്ങനെ ബാഗ് പിടിച്ചു. അപ്പോൾ ബാഗ് ഇങ്ങനെ പിടിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് എങ്ങോട്ടാണ്? ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് മുകളിലേക്കാണ്. ഓക്കെ, ഫോഴ്സിൻ്റെ കൈ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് മുകളിലേക്കാണ്. അപ്പോൾ നമ്മളിങ്ങനെ നടക്കുന്നു എന്ന് പറയുമ്പോൾ ബാഗ് മൂവ് ചെയ്യുന്നത് മുന്നോട്ടേക്കാണ്. അപ്പോൾ മുന്നോട്ടേക്കാണ് അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഫോർവേഡ് ഡയറക്ഷനിൽ ഡിസ്പ്ലേസ്മെൻറ്റും ഞാൻ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് മുകളിലേക്കും. ഓക്കെ, ആ രൂപത്തിലാണ് ഉണ്ടാവുക. അപ്പോൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് മുകളിലേക്കും ഫോർവേഡ് ഡയറക്ഷനിൽ ഡിസ്പ്ലേസ്മെൻറ്റും. അപ്പോൾ ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും പെർപെൻഡിക്കുലർ അല്ലേ.
അപ്പോൾ ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഞാനാണല്ലോ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്, അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നില്ല. അതായത് ബാഗും തൂക്കി നമ്മളിങ്ങനെ ഹൊറിസോണ്ടലായി നടക്കുന്ന സമയത്ത് ഓക്കെ വി ഡു നോ വർക്ക് ബിക്കോസ് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ആർ പെർപെൻഡിക്കുലർ. വേറൊന്ന്, ഇപ്പോൾ ഒരാൾ എന്തെങ്കിലും ഒരു ലോഡ് എടുത്ത് എന്തെങ്കിലും ഒരു വെയിറ്റ് എടുത്ത് തലയിൽ വെച്ചു. ഓക്കെ, അപ്പോൾ വെയിറ്റ് എടുത്ത് തലയിൽ വെച്ചിട്ട് അയാൾ മുന്നോട്ടേക്ക് നടക്കുക എന്ന് വിചാരിച്ചു. അപ്പോൾ വെയിറ്റ് എടുത്ത് നമ്മുടെ തലയിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വെയിറ്റ് താഴോട്ടുണ്ടാവും. പക്ഷേ ഇദ്ദേഹം അതിന് ഓപ്പോസിറ്റായിട്ട് ഇദ്ദേഹം അപ്വേർഡ് ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യും അല്ലേ. തലയിൽ വെയിറ്റ് വെച്ചാൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് മുകളിലേക്കായിരിക്കും, നമ്മുടെ ഹെഡ് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് മുകളിലേക്കായിരിക്കും. ഓക്കെ, സോ ഇതിൻ്റെ വെയിറ്റ് താഴോട്ടും ഇദ്ദേഹം കൊടുക്കുന്ന ഫോഴ്സ് അതിന് അല്ലേ, തേർഡ് ലോ പ്രകാരം വെയിറ്റ് താഴോട്ട്, അത് ആക്ഷൻ. അതിന് ഓപ്പോസിറ്റായിട്ട് ഇദ്ദേഹം കൊടുക്കുന്ന ഫോഴ്സ് റിയാക്ഷൻ. ഓക്കെ, അപ്പോൾ ഇദ്ദേഹം കൊടുക്കുന്ന ഫോഴ്സ് അപ്വേർഡ് ഡയറക്ഷനാണ്. പിന്നെ ഇദ്ദേഹം എന്താ ചെയ്യുന്നത്, മുന്നോട്ടേക്ക് നടക്കുകയാണ്. അപ്പോൾ മുന്നോട്ടേക്ക് നടക്കുക എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് മുന്നോട്ടേക്കല്ലേ പോകുന്നത്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഫോർവേഡ് ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ തീറ്റ 90 ഡിഗ്രിയാണ്, ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ വർക്ക് 0 ആണ്. സോ ഹി അപ്ലൈസ് എ ഫോഴ്സ് ഇൻ അപ്വേർഡ് ഡയറക്ഷൻ, ബട്ട് ഹിസ് ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഇൻ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ. സോ ദേ ആർ ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ആർ പെർപെൻഡിക്കുലർ. സോ വർക്ക് ഈസ് 0. അപ്പോൾ ഈ കക്ഷി എന്ത് ചെയ്യുന്നില്ല, വർക്ക് ചെയ്യുന്നില്ല. നമ്മൾ സാധാരണ തലയിൽ ഒരാൾ എന്തെങ്കിലും വെച്ച് നടക്കുന്ന സമയത്ത് നമ്മൾ എന്താ പറയുക, അദ്ദേഹം ഒരു വർക്ക് ചെയ്യുകയാണ് എന്നല്ലേ നമ്മൾ യൂഷ്വൽ ലൈഫിൽ പറയുക. പക്ഷേ ഫിസിക്സിൻ്റെ ടേമിൽ പറയുമ്പോൾ അദ്ദേഹം വർക്ക് ചെയ്യുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് നെഗറ്റീവ് വർക്ക് എപ്പോഴാണ് നെഗറ്റീവ് ആവുക? വർക്ക് നെഗറ്റീവ് ആവുന്നത് എപ്പോഴാണ്? ഇപ്പോൾ നമ്മൾ സർഫസിൽ ഒരു ഒബ്ജക്റ്റ് വെച്ചു, ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ഫോർവേഡ് ഡയറക്ഷനിലാണെന്ന് വിചാരിച്ചു. പക്ഷേ ഫോഴ്സ് ബാക്ക്വേർഡ് ഡയറക്ഷനിലാണെന്ന് വിചാരിക്കും. അപ്പോൾ ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് അല്ലേ. ഓപ്പോസിറ്റ് ഡയറക്ഷനിലാകുമ്പം ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വന്നാൽ ഇവർ തമ്മിലുള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ അത് മുതൽ ഇതുവരെയുള്ള ആംഗിൾ എടുക്കണം. ഓക്കെ, ഇവർ തമ്മിലുള്ള ആംഗിൾ അല്ലേ വേണ്ടേ. അപ്പോൾ ഇങ്ങനെയുള്ള ആംഗിൾ, അപ്പോൾ ആംഗിൾ 180 ഡിഗ്രി വരും അല്ലേ. ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള ആംഗിൾ 180 ഡിഗ്രി വരും. അപ്പോൾ വർക്ക് എന്തായിരിക്കും? വർക്ക് ഈക്വൽ ടു FS cos 180. cos 180 എത്രയാണ്? cos 180 -1 ആണ്. അപ്പോൾ -1, അപ്പോൾ -1 × FS എന്ന് പറയുമ്പോൾ -FS ആയി. അപ്പോൾ വർക്ക് നെഗറ്റീവ് ആയില്ലേ. അപ്പോൾ ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായാൽ വർക്ക് നെഗറ്റീവായി. ഈ കേസിൽ മാത്രമല്ല കേട്ടോ വർക്ക് നെഗറ്റീവ് ആവുക. ഞാൻ നേരത്തെ പറഞ്ഞു തീറ്റ 90 ഡിഗ്രി വരെ, 0 ഡിഗ്രി മുതൽ 90 ഡിഗ്രി വരെ, 90 ഡിഗ്രിനേക്കാൾ ലെസ് ആയിരിക്കണം. ഓക്കെ, ആ കേസിൽ വർക്ക് പോസിറ്റീവാണ്. ഇനി 90 ഡിഗ്രി ആയാൽ വർക്ക് 0 ആണെന്ന് പറഞ്ഞു. ഇനി 90 ഡിഗ്രിനേക്കാൾ എബോവ്, അതുപോലെ ഏതുവരെ 180 വരെ വർക്ക് നെഗറ്റീവാണ്. അപ്പോൾ വർക്ക് ഈസ് നെഗറ്റീവ്. തീറ്റ എങ്ങനെയാണെങ്കിൽ 90 ഡിഗ്രിനേക്കാൾ എബോവ്, 90 ഡിഗ്രി ആവാൻ പാടില്ല, കാരണം 90 ഡിഗ്രി ആയാലും വർക്ക് 0 ആണ്. 90 ഡിഗ്രിനേക്കാൾ എബോവ്, അതുപോലെ 180 ഡിഗ്രിനേക്കാൾ ലെസ്. ഓക്കെ, ഇനി 180 ഡിഗ്രി ആയാലും വർക്ക് എന്താണ്? നെഗറ്റീവാണ്. അപ്പോൾ 180 ഡിഗ്രി ആയാലും വർക്ക് നെഗറ്റീവ്. അപ്പോൾ 180 ഡിഗ്രി ആവാം എന്ന് പറഞ്ഞാൽ ഈക്വൽ ആവാം, 180 ആവാം. ഓക്കെ, ആ കേസിൽ വർക്ക് നെഗറ്റീവാണ്. അപ്പോൾ ഇതൊരു കണ്ടീഷനാണ് അവിടെ. അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞത് ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വന്നാൽ വർക്ക് എന്താണ്? നെഗറ്റീവാണ്. ഓപ്പോസിറ്റ് ഡയറക്ഷനിലായാൽ വർക്ക് നെഗറ്റീവാണ്. അപ്പോൾ നമ്മൾ എക്സാമ്പിൾ എന്ത് പറയും? എക്സാമ്പിൾ ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരണം അല്ലേ. ഇപ്പം നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ മുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്തു. അപ്പോൾ ഇത് പോകുന്നത് മുകളിലേക്കാണ് പോകുന്നത്. അപ്പോൾ മുകളിലേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞാൽ അർത്ഥം അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് മുകളിലേക്കാണ്, അത് പോകുന്നത് മുകളിലേക്കല്ലേ. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് മുകളിലേക്കാണ്. പക്ഷേ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എങ്ങോട്ടാണ്? താഴോട്ടാണ് അല്ലേ. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് താഴോട്ടേക്കല്ലേ. ഓക്കെ, അപ്പോൾ ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായില്ലേ.
ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായാലും വർക്ക് എന്താണ് നെഗറ്റീവ്. അപ്പോൾ ആര് ചെയ്യുന്ന വർക്ക്, ഞാൻ ഏത് ഫോഴ്സാണ് എടുത്തത്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അപ്പോൾ ഇങ്ങനെ പറയണം, വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വെൻ എ ബോഡി മൂവ്സ് ഇൻ അപ്വേർഡ് ഡയറക്ഷൻ. ഒരു ബോഡി അപ്വേർഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുമ്പോൾ വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നെഗറ്റീവ് ആയിരിക്കും ബിക്കോസ് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ആർ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. നമ്മൾ ഫസ്റ്റ് ഒരു കേസ് പറഞ്ഞു, ഇവിടെ ഒരു ബോഡി ഡൗൺവേർഡ് മൂവ് ചെയ്യുമ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും സെയിം ഡയറക്ഷനിലാണ് ഡൗൺവേർഡ് മൂവ് ചെയ്യുമ്പോൾ. സോ വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് പോസിറ്റീവ് അവിടെ. അപ്വേർഡ് മൂവ് ചെയ്യുമ്പോൾ വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, കാരണം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് വരിക. ഇപ്പോൾ വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നെഗറ്റീവാണ്. ഓക്കെ, ഇനി ഇതിൽ സീറോ വർക്കാകുന്ന ഒരു കേസ്, ഒരു എക്സാമ്പിൾ കൂടി. സീറോ വർക്കിൻ്റെ സീറോ വർക്കാണെങ്കിൽ ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റ് എന്താവണം, പെർപെൻഡിക്കുലർ ആകുന്ന കേസ് അല്ലേ. ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും പെർപെൻഡിക്കുലർ ആകുമ്പോൾ തീറ്റ 90 ആകുമ്പോൾ വർക്ക് സീറോ ആണെന്നല്ലേ പറഞ്ഞത്. ഓക്കെ, അതിനൊരു വൺ മോർ എക്സാമ്പിൾ. അതായത് ഒരു ഒബ്ജക്റ്റ് ആയിരിക്കും. ഒബ്ജക്റ്റിനെ നമ്മളൊരു സ്ട്രിങ്ങിൻ്റെ ഒരു നൂലിൻ്റെ അറ്റത്തങ്ങാൻ കെട്ടി, എന്നിട്ട് നമ്മളിതിനെ കറക്കാണ്. ഓക്കെ, അപ്പം നമ്മളിവിടെ ഇതിനെ പിടിച്ചിട്ട്, അപ്പോൾ നമ്മൾ ഇതിനെ പിടിക്കുക എന്ന് പറഞ്ഞ അർത്ഥം നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. അപ്പം നമ്മൾ ഇങ്ങോട്ടേക്കാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്, ഇങ്ങോട്ടേക്ക് ഇങ്ങനെ പിടിച്ചിട്ടാണുള്ളത്. അപ്പോൾ ഈ ഡയറക്ഷനിലാണ് ഫോഴ്സ്, പിടിച്ചിട്ട് ഇങ്ങനെ കറക്കുകയാണ് അല്ലേ. അപ്പോൾ കറങ്ങാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഫോഴ്സായത്, കറങ്ങാൻ ആവശ്യമായ ഫോഴ്സ്. ഇങ്ങനെ ഒരു ഫോഴ്സ് നമ്മൾ എക്സേർട്ട് ചെയ്തുകൊണ്ടല്ലേ അതിനെ കറക്കുന്നത്. അപ്പോൾ കറങ്ങാൻ ആവശ്യമായ ഫോഴ്സ് അത്, ആ ഫോഴ്സിൻ്റെ പേരാ സെൻട്രിപെറ്റൽ ഫോഴ്സ് അല്ലേ, കേട്ടിട്ടില്ലേ? സെൻട്രിപെറ്റൽ ഫോഴ്സ്. ഒരു വസ്തു കറങ്ങാൻ വേണ്ടി സെൻറ്ററിലേക്ക് എപ്പോഴും ഒരു ഫോഴ്സ് ഉണ്ടാവണം. ഓക്കെ, ഇങ്ങനെ ഒരു ഫോഴ്സ് ഉണ്ടെങ്കിലേ അതിന് കറങ്ങാൻ പറ്റൂ. ദിസ് ഫോഴ്സ് ഈസ് കോൾഡ് സെൻട്രിപെറ്റൽ ഫോഴ്സ്. അപ്പോൾ ഈ ഫോഴ്സ് ഉപയോഗിച്ചാണ് ഇത് കറങ്ങുന്നത്. ഓക്കെ, ഈ ഒബ്ജക്റ്റ് ഇപ്പോൾ ഇവിടെയാണെന്ന് വിചാരിച്ചോ, ഇപ്പോൾ ഇവിടെയാണല്ലേ, തൊട്ടടുത്ത നിമിഷം അത് ഇവിടെ എത്തും അല്ലേ. ഈ ഒബ്ജക്റ്റ് ഇവിടെയുള്ള ഒബ്ജക്റ്റ് ഇവിടെ എത്തും. അപ്പോൾ ഇവിടുന്ന് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇത് ഇവിടെ മുതൽ ഇവിടെ വരെയാണ് അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡയറക്ഷൻ അല്ലേ. ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയല്ലേ ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്നത്. അപ്പോൾ നോക്കൂ, ഫോഴ്സ് ഇങ്ങനെയുള്ള സെൻറ്ററിലേക്ക്, ഡിസ്പ്ലേസ്മെൻറ്റ് ഇങ്ങനെ ടാൻജൻ്റ് ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും പെർപെൻഡിക്കുലർ അല്ലേ. അപ്പോൾ ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള ആംഗിൾ 90 അല്ലേ വരിക, പെർപെൻഡിക്കുലറാണ് വരിക. അപ്പോൾ ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള ആംഗിൾ 90 ആണ്. അപ്പോൾ വർക്ക് എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പോൾ ഇവിടെ ഏത് ഫോഴ്സാണ്, സെൻട്രിപെറ്റൽ ഫോഴ്സ്. അപ്പോൾ ഇങ്ങനെ പറയാം, വർക്ക് ഡൺ ബൈ സെൻട്രിപെറ്റൽ ഫോഴ്സ്. ഓക്കെ, വെൻ എ ബോഡി മൂവ്സ് ഇൻ സർക്കുലർ പാത്ത്, ആ വർക്ക് ഡൺ ബൈ സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്തായിരിക്കും, 0 ആയിരിക്കും. ഓക്കെ, ഇങ്ങനെ ബോഡി ഈ ഇൻസ്റ്റൻറ്റിൽ എടുക്കുമ്പോൾ ഫോഴ്സ് ഇങ്ങനെയാണ് വരിക, പിന്നെ ഫോഴ്സ് ഇങ്ങോട്ടല്ലേ വരിക, ഇങ്ങനെയല്ലേ ഉണ്ടാവുക, പിന്നെ നമ്മൾ ഇങ്ങനെയല്ലേ ഉണ്ടാവുക. അപ്പോൾ ഇവിടുന്ന് ഇവിടത്തേക്ക് ഡിസ്പ്ലേസ്മെൻറ്റും ഇങ്ങനെയല്ലേ മൂവ് ചെയ്യുന്നത്. അപ്പോൾ പെർപെൻഡിക്കുലർ ആയിരിക്കും. സോ അറ്റ് എവരി ഇൻസ്റ്റൻറ്റ്, ഓരോ ഇൻസ്റ്റൻറ്റിലും അവിടെയുള്ള ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും പെർപെൻഡിക്കുലർ ആയിരിക്കും. അതുകൊണ്ട് വർക്ക് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് വർക്ക് 0 ആയിരിക്കും. അപ്പോൾ വർക്ക് ഡൺ ബൈ സെൻട്രിപെറ്റൽ ഫോഴ്സ് when a body moves in a circular path will be 0. Okay. Next, work done by friction. Work done by friction. ഓക്കെ, ഫ്രിക്ഷൻ ചെയ്യുന്ന വർക്ക് ഡൺ ബൈ ഫ്രിക്ഷൻ. ഇപ്പോൾ നമ്മൾ പിന്നെ ഒരു സർഫസിൽ ഒരു ഒബ്ജക്റ്റ് വെച്ചു. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒബ്ജക്റ്റിൻ്റെ മുകളിൽ നമ്മൾ ഇങ്ങനെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. ഓക്കെ, ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഫ്രിക്ഷൻ ഉണ്ടെങ്കിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിന് ഓപ്പോസിറ്റായിട്ട് ഫ്രിക്ഷൻ ഉണ്ടാവും അല്ലേ. എങ്ങനെയുണ്ടാവും, അതിന് ഓപ്പോസിറ്റായിട്ട്. അപ്പോൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് അങ്ങോട്ടാണ്. അപ്പോൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് അങ്ങോട്ടായതുകൊണ്ട് ബോഡി മൂവ് ചെയ്യുന്നത് അങ്ങോട്ടാവും. അപ്പോൾ ബോഡി മൂവ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അതിന് വെലോസിറ്റി കാണിക്കാം. ഓക്കെ, അപ്പോൾ ബോഡി മൂവ് ചെയ്യുന്നത് അങ്ങോട്ടാണ്. ബോഡി മൂവ് ചെയ്യുന്നത് അങ്ങോട്ടാണെന്ന് പറഞ്ഞാൽ അങ്ങോട്ടാണ് അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലേ. ഡിസ്പ്ലേസ്മെൻറ്റ് അങ്ങോട്ടാണ്. ഇവിടെ ഫ്രിക്ഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ മക്കളെ ഫ്രിക്ഷൻ തന്നെ ഇവിടെയല്ലേ ഫ്രിക്ഷൻ ഉണ്ടാവുക. ആ ഫ്രിക്ഷൻ
ഇങ്ങോട്ടും ഉണ്ടാവും അങ്ങോട്ടും ഉണ്ടാവും. അതെങ്ങനെയാണ്? ലോസ് ഓഫ് മോഷനിൽ പഠിച്ചിട്ടുണ്ടാവുമല്ലോ ഫ്രിക്ഷൻ്റെ കേസിൽ. അതായത് ഈ ബോഡിയല്ലേ മൂവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെ ഈ ഡയഗ്രം ഞാനൊന്ന് സെപ്പറേറ്റ് ചെയ്ത് കാണിക്കുന്നു. ഈ ബോഡിയും അടിയിൽ ടേബിളാണ്, ടേബിൾ ഇങ്ങനെ വിചാരിച്ചോ, ഇതൊരു ടേബിളാണ് അല്ലെങ്കിൽ ഗ്രൗണ്ട് വിചാരിക്കും. ഇത് രണ്ടും ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് ഞാൻ വരച്ചേ. ഈ ബോഡിയാണ് മൂവ് ചെയ്യുന്നത് അല്ലേ, ടേബിൾ മൂവ് ചെയ്യുന്നില്ലല്ലോ, ടേബിളിൻ്റെ മുകളിലൂടെ ബോഡിയല്ലേ മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബോഡി മൂവ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇത് രണ്ടും ചേരുന്ന സ്ഥലത്ത് ഇവിടെയല്ലേ ഫ്രിക്ഷൻ ഉണ്ടാവുക അല്ലേ. അപ്പോൾ ഇത് മൂവ് ചെയ്യുന്ന സമയത്ത് ഇതാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഫ്രിക്ഷൻ ബാക്കോട്ടായിരിക്കും. മൂവ് ചെയ്യുമ്പോഴുള്ള ഫ്രിക്ഷൻ്റെ പേരാ കൈനറ്റിക് ഫ്രിക്ഷൻ അല്ലേ. മൂവ് ചെയ്യുമ്പോഴുള്ള ഫ്രിക്ഷനാണ് കൈനറ്റിക് ഫ്രിക്ഷൻ, പഠിച്ചിട്ടുണ്ട് ലോസ് ഓഫ് മോഷനിൽ കേട്ടല്ലേ ഫ്രിക്ഷൻ. അപ്പോൾ ഈ ബോഡിയാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ മൂവ് ചെയ്യുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് അങ്ങോട്ടാണ്, അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് അങ്ങോട്ടാണ്. ഓക്കെ, അപ്പോൾ ഇത് മൂവ് ചെയ്യുന്ന സമയത്ത് ഈ സ്ഥലത്ത് ഫ്രിക്ഷൻ ഉണ്ടാവും, ഈ സ്ഥലത്ത് ഫ്രിക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഈ ബോഡീൻ്റെ കേസിൽ ഫ്രിക്ഷൻ ബാക്കോട്ടായിരിക്കും, ചേരുന്ന സ്ഥലത്ത് ഫ്രിക്ഷൻ ബാക്കോട്ടായിരിക്കും. പക്ഷേ ഈ ടേബിളിൻ്റെ മുകളിൽ ഫോർ എവരി ആക്ഷൻ ദർ ഇസ് എ റിയാക്ഷൻ അല്ലേ. അപ്പോൾ ഈ ബോഡീൻ്റെ മുകളിൽ ഫ്രിക്ഷൻ ബാക്കോട്ട്, പക്ഷേ ഈ ടേബിളിൻ്റെ മുകളിൽ ഫ്രിക്ഷൻ മുന്നോട്ടായിരിക്കും. ഈ ടേബിളിൻ്റെ മുകളിൽ അതിന് ഈക്വലായ ഫ്രിക്ഷൻ മുന്നോട്ടായിരിക്കും. ഈ ഫ്രിക്ഷൻ ഈക്വലായ ഫ്രിക്ഷൻ മുന്നോട്ടായിരിക്കും. അപ്പോൾ ഈ ബോഡീൻ്റെ മുകളിൽ ഈ സ്ഥലത്ത് ഈ ബോഡീൻ്റെ മുകളിൽ ബാക്കോട്ടും ഈ ടേബിളിൻ്റെ മുകളിൽ മുന്നോട്ടായിരിക്കും. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ വർക്ക് ഡൺ ബൈ ഫ്രിക്ഷൻ എന്തെങ്കിലും വർക്ക് ഡൺ ബൈ ഫ്രിക്ഷൻ ഓൺ ബോഡി എന്തായിരിക്കും? വർക്ക് ഡൺ ബൈ ഫ്രിക്ഷൻ ഓൺ ബോഡി. ഓക്കെ, ഇവിടെ എന്താണ് വർക്ക് ഡൺ ബൈ ഫ്രിക്ഷൻ എന്ന് പറയുമ്പോൾ ഫ്രിക്ഷനല്ലേ എടുക്കണ്ടേ, ഫോഴ്സ്. അപ്പോൾ ഇവിടുത്തെ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഏതാ? ഫ്രിക്ഷനാണ്. പക്ഷേ ഈ ഫ്രിക്ഷനും ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങനെയാണല്ലേ? ഫ്രിക്ഷനും ഡിസ്പ്ലേസ്മെൻറ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനല്ലേ. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിങ്ങൾ പഠിച്ചെന്താ? വർക്ക് എന്താണ്? ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്, വർക്ക് നെഗറ്റീവാണ്. അപ്പോൾ നെഗറ്റീവ് എഫ് എസ് എന്നാണ് വരിക അല്ലേ. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആകുമ്പോൾ നെഗറ്റീവ് എഫ് എസ്, നെഗറ്റീവ് എഫിന് വരെ എഫ് കെ എസ്. അപ്പോൾ വർക്ക് ഡൺ ബൈ ഫ്രിക്ഷൻ ചെയ്യുന്ന വർക്ക് ഓൺ ദ ബോഡി, ഈ ബോഡീൻ്റെ മുകളിൽ ചെയ്യുന്ന വർക്ക് നെഗറ്റീവ് ആയിരിക്കും. ബിക്കോസ് ഫ്രിക്ഷൻ ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ആർ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇനി അടുത്തേക്കുള്ള വർക്ക് ഡൺ ബൈ ഫ്രിക്ഷൻ ചെയ്യുന്ന വർക്ക് ഡൺ ബൈ ഫ്രിക്ഷൻ ഓൺ ടേബിൾ. ഈ ഫ്രിക്ഷൻ ഞാൻ പറഞ്ഞു ബോഡീൻ്റെ മുകളിൽ ഇങ്ങോട്ടായിരിക്കും, ടേബിളിൻ്റെ മുകളിൽ അങ്ങോട്ടായിരിക്കും ഫ്രിക്ഷൻ. അപ്പോൾ ഞാൻ എഴുതി നോക്കും, വർക്ക് ഡൺ ബൈ ഫ്രിക്ഷൻ ഓൺ ടേബിൾ എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം എന്താ? കാരണം ഈ ടേബിൾ മൂവ് ചെയ്യുന്നില്ലല്ലോ. ഈ ടേബിളിൻ്റെ മുകളിലൂടെ ബോഡിയല്ലേ മൂവ് ചെയ്യുന്നത്. ഈ ബോഡിയാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ബോഡിക്കാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, ഈ ടേബിൾ മൂവ് ചെയ്യുന്നില്ല, അപ്പോൾ ടേബിളിന് ഡിസ്പ്ലേസ്മെൻ്റ് ഇല്ല. ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടെങ്കിലേ വർക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ടേബിൾ ഹാസ് നോ ഡിസ്പ്ലേസ്മെൻറ്റ്. ഫ്രിക്ഷൻ ഉണ്ട്, ടേബിളിൻ്റെ മുകളിൽ ഫ്രിക്ഷൻ ഇങ്ങോട്ടായിരിക്കും. പക്ഷേ ഈ ടേബിളിന് ഡിസ്പ്ലേസ്മെൻ്റ് ഇല്ല. ടേബിൾ നിന്നിടത്ത് തന്നെയാണല്ലേ, ആ ബോഡിയാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ടേബിളിന് ഡിസ്പ്ലേസ്മെൻ്റ് ഇല്ല. അപ്പോൾ വർക്ക് ഡൺ ബൈ ഫ്രിക്ഷൻ ഓൺ ടേബിൾ 0 ആയിരിക്കും. ബിക്കോസ് ഈ ടേബിൾ ഹാസ് നോ ഡിസ്പ്ലേസ്മെൻറ്റ്. ടേബിളിന് ഡിസ്പ്ലേസ്മെൻ്റ് ഇല്ല. ഇതാണ് റീസൺ. ഓക്കെ, ഇനി ഫ്രിക്ഷൻ കേസ് തന്നെ വേറൊരു കേസ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ ഇങ്ങനെ വിചാരിച്ചു, ഇതിൽ ഈ ബോഡീൻ്റെ മുകളിലായിട്ട് നമ്മളിവിടെ ഇതിൻ്റെ മുകളിലായിട്ട് വേറൊരു ബോഡി വെച്ചു. ഈ ബോഡീൻ്റെ മുകളിലായിട്ട് ഞാൻ വേറൊരു ബോഡി വെച്ചു. ഓക്കെ, റെഡി? എന്നിട്ട് മനസ്സിലാക്കുക, ഈ ബോഡീൻ്റെ മുകളിലാണ് ഫോഴ്സ് അപ്ലൈ ചെയ്തത്. അപ്പോൾ ഈ ബോഡിയാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇത് മൂവ് ചെയ്യുക. ഇതിപ്പോൾ ഒരു ബുക്കിൻ്റെ മുകളിൽ വേറെ ബുക്ക് വെച്ചു. അപ്പോൾ ഇത് മൂവ് ചെയ്യുമ്പോൾ ഈ ബുക്കിനെ നമ്മൾ വലിക്കുമ്പോൾ ചിലപ്പോൾ ഈ ബുക്കിൻ്റെ കൂടെ മറ്റേ ബുക്കും അതിൻ്റെ മുകളിലല്ലേ മറ്റേ ബുക്കുള്ളത്. അപ്പോൾ ഈ ബുക്കിനെ വലിക്കുമ്പോൾ ടേബിൾ നീങ്ങുന്നില്ല, പക്ഷേ ഈ ബുക്കിനെ വലിക്കുമ്പോൾ അതിൻ്റെ കൂടെ അതിൻ്റെ മുകളിലുള്ള ബുക്കും കൂടി ഇങ്ങനെ അതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ മൂവ് ചെയ്ത് വരും അല്ലേ. അപ്പം നിങ്ങൾ എങ്ങനെയൊക്കെ ഇവിടെ ഫ്രിക്ഷൻ മാർക്ക് ചെയ്യുക? അപ്പോൾ ഈ പിക്ചർ അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ഈ ബുക്കിനെ നമ്മൾ വലിക്കുന്നു. ഈ ബുക്കിനെ വലിക്കുമ്പോൾ ഇത് നീങ്ങുമ്പോൾ ഇതിൻ്റെ മുകളിൽ വെച്ച ബുക്കും കൂടി അതിൻ്റെ കൂടെ തന്നെ മൂവ് ചെയ്യുന്നു. അതിന് കാരണം എന്ത്?
ഇത് മൂവ് ചെയ്യാൻ കാരണം നമുക്കറിയാം. ഇത് മൂവ് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ നമ്മളാണ് അതിനെ തള്ളുന്നത്, അതുകൊണ്ടാണ് അത് മൂവ് ചെയ്യുന്നത്. പക്ഷേ ഇത് മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിലുള്ള ബുക്കും അതിൻ്റെ കൂടെ മൂവ് ചെയ്യാൻ കാരണം എന്താണ്? അതിന് കാരണം ഫ്രിക്ഷനാണ്. സംഭവം എങ്ങനെയാ വെച്ചാൽ ഈ പിക്ചർ ഞാൻ നേരത്തെ നമ്മൾ ചെയ്ത പോലെ സെപ്പറേറ്റ് ചെയ്ത് കാണിക്കാം. ഓക്കെ, എങ്ങനെയൊക്കെയുള്ളത്? ഏറ്റവും ടോപ്പിലൊരു ബുക്ക്, ഏറ്റവും ടോപ്പിലുള്ള ബുക്കാണ് ഈ കാണിച്ചത്. അതിൻ്റെ അടിയിലുള്ള ബോഡിയാണ് ഇത്. ഏറ്റവും അടിയിലുള്ളത് ടാബിളും. ഓക്കെ, നമ്മൾ ആദ്യം ഈ ബോഡീൻ്റെ കാര്യം പറയാം. ഈ ബോഡിയാണല്ലോ മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് മൂവ് ചെയ്യുന്നത്. ഇത് മൂവ് ചെയ്യുന്ന കൊണ്ട് എവിടെയൊക്കെ ഫ്രിക്ഷൻ ഉണ്ടാവുക? ഒന്ന് ഈ സ്ഥലത്ത് ഫ്രിക്ഷൻ ഉണ്ടാവും. ഇവർ ചേരുന്ന സ്ഥലത്തല്ലേ ഫ്രിക്ഷൻ ഉണ്ടാവും, ഈ സ്ഥലത്തും ഫ്രിക്ഷൻ ഉണ്ടാവും. ഈ ബോഡിയാണ് മൂവ് ചെയ്യുന്നത്. ഈ ബോഡി മൂവ് ചെയ്യുന്നതുകൊണ്ട് ഓക്കെ, ഈ ബോഡി ഏറ്റവും താഴെയുള്ള ബോഡി അതിൻ്റെ ഇവിടെയും ഫ്രിക്ഷൻ ഉണ്ടാവും അല്ലേ? ഓക്കെ, എന്ന് പറഞ്ഞാൽ എവിടെയൊക്കെ ഏറ്റവും താഴെയുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ സ്ഥലവും ഇനി മറ്റേ ബോഡിയായിട്ട് ചേരുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ടോപ്പ്. ഈ രണ്ട് സ്ഥലത്തും ഫ്രിക്ഷൻ ഉണ്ടാവും. ഈ ബോഡി മൂവ് ചെയ്യല്ലേ മക്കളെ, അതുകൊണ്ട് ഇതിൻ്റെ മുകളിൽ ഫ്രിക്ഷൻ എന്തായാലും ബാക്കോട്ടായിരിക്കും. മനസ്സിലായോ? ഇതിൻ്റെ കേസിൽ ഫ്രിക്ഷൻ ബാക്കോട്ടായിരിക്കും. അപ്പോൾ ഈ സ്ഥലം നോക്കിക്കോ, ഈ സ്ഥലത്ത് ജോയിൻ ചെയ്യുന്ന സ്ഥലത്ത് ആ സ്ഥലമാണ് ഈ സ്ഥലം. ഇവിടെ ഫ്രിക്ഷൻ ബാക്കോട്ട്. അപ്പോൾ ടേബിളിൻ്റെ മുകളിൽ ഫ്രിക്ഷൻ മുന്നോട്ട്, ഇവിടെ ബാക്കോട്ട്, ടേബിളിൻ്റെ മുകളിൽ മുന്നോട്ട്. അതുപോലെ ഈ സ്ഥലത്തും ഈ ബോഡി ആണ് മൂവ് ചെയ്യാൻ ടെൻഡൻസി അല്ലേ? അപ്പോൾ ഈ ബോഡീൻ്റെ മുകളിൽ ഫ്രിക്ഷൻ ബാക്കോട്ടാണെന്ന് ഞാൻ പറഞ്ഞു. ഇത് മൂവ് ചെയ്യാൻ ടെൻഡൻസി ആകുമ്പോൾ ഇവിടെ ഈ ബോഡീൻ്റെ കേസിൽ എപ്പോഴും ബാക്കോട്ടായിരിക്കും ഫ്രിക്ഷൻ. അപ്പോൾ ഇതിൻ്റെ കേസിൽ ഈ ബോഡീൻ്റെ മുകളിൽ ബാക്കോട്ട് തന്നെ. പക്ഷേ ഏറ്റവും ടോപ്പിലുള്ള, അപ്പോൾ ഫ്രിക്ഷൻ ഞാൻ പറഞ്ഞു ഫ്രിക്ഷൻ തന്നെ ഇങ്ങോട്ടും ഉണ്ടാവും അങ്ങോട്ടും ഉണ്ടാവും. ഈ ബോഡീൻ്റെ മുകളിൽ ഇങ്ങോട്ട്, ഇതിൻ്റെ മുകളിൽ ഇങ്ങോട്ട്, ഈ ബോഡീൻ്റെ കേസിൽ. പക്ഷേ ഏറ്റവും ടോപ്പിലുള്ള ബോഡീൻ്റെ മുകളിൽ അങ്ങോട്ടായിരിക്കും ഫ്രിക്ഷൻ. കാര്യം മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഏറ്റവും ടോപ്പിലുള്ള ആ ബോഡീൻ്റെ മുകളിൽ ഫ്രിക്ഷൻ അങ്ങോട്ടായിരിക്കും. ഇതിന് മൂവ് ചെയ്യാൻ ടെൻഡൻസി ആയതുകൊണ്ട് ഇതിൻ്റെ മുകളിൽ ഫ്രിക്ഷൻ എപ്പോഴും ബാക്കോട്ട്, ടേബിളിൻ്റെ മുകളിൽ ഫോർവേഡ്. അതുപോലെ ഏറ്റവും ടോപ്പിലുള്ള ബോഡി ഇവിടെ ബാക്കോട്ട് ആയതുകൊണ്ട് ടോപ്പിലുള്ള ബോഡീൻ്റെ മുകളിൽ ഫോർവേഡ് ആയിരിക്കും ഫ്രിക്ഷൻ. മനസ്സിലായോ? അപ്പോൾ ഈ ബോഡീൻ്റെ കേസിൽ വർക്ക് എങ്ങനെയായിരിക്കും? ഈ ബോഡീൻ്റെ കേസിൽ വർക്ക് എന്തായിരിക്കും മക്കളെ? ഇത് മൊത്തത്തിൽ ഈ സിസ്റ്റം മൊത്തത്തിൽ മൂവ് ചെയ്യുന്ന എങ്ങോട്ടാണ്? ഈ സിസ്റ്റം മൊത്തത്തിൽ മൂവ് ചെയ്യുന്ന മുന്നോട്ടല്ലേ? ഈ സിസ്റ്റം മൊത്തത്തിൽ മൂവ് ചെയ്യുന്ന മുന്നോട്ടല്ലേ? അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് മുന്നോട്ടാണ് അല്ലേ? അതുപോലെ എല്ലാത്തിൻ്റെ, കാരണം എല്ലാവരും മൂവ് ചെയ്യുന്ന, ഇവരെല്ലാം മൂവ് ചെയ്യുന്ന, ടേബിൾ ഒഴിച്ച് ഇവരെല്ലാം മൂവ് ചെയ്യുന്നത് മുന്നോട്ടല്ലേ? അപ്പോൾ അതിൻ്റെ അർത്ഥം ഡിസ്പ്ലേസ്മെൻറ്റ് മുന്നോട്ടാണ്. അപ്പോൾ ഈ കേസിൽ നോക്കിക്കോ, നമ്മൾ പറയുന്നത് വർക്ക് ഡൺ ബൈ ഫ്രിക്ഷൻ ചെയ്യുന്ന വർക്ക്. ഓക്കെ, അതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഏറ്റവും ടോപ്പിലുള്ള ബോഡീൻ്റെ മുകളിൽ ഫ്രിക്ഷൻ മുന്നോട്ടല്ലേ? ആ ഫ്രിക്ഷൻ, മുന്നോട്ടേക്കുള്ള ആ ഫ്രിക്ഷൻ ഇല്ലേ, ആ ഫ്രിക്ഷൻ കാരണമാണ് ഈ ബോഡീൻ്റെ കൂടെ അതും വരാൻ കാരണം. അപ്പോൾ ഈ ബോഡീൻ്റെ കൂടെ ആ ബോഡിയും വരാൻ കാരണം ആ ഫ്രിക്ഷനാണ്, ടോപ്പിലുള്ള ആ ഫ്രിക്ഷനാണ്. കാരണം ഫ്രിക്ഷൻ മുന്നോട്ടായിരിക്കും, അപ്പോൾ മുന്നോട്ടേക്ക് അത് വരും. ഓക്കെ, അപ്പോൾ ഈ കേസിൽ വർക്ക് എന്തായിരിക്കും? പിന്നെ നമ്മൾ പറഞ്ഞു ഡിസ്പ്ലേസ്മെൻറ്റ് മൊത്തത്തിൽ മുന്നോട്ടാണ്. അപ്പോൾ ഈ കേസിൽ വർക്ക് എന്തായിരിക്കും? വർക്ക് എന്ന് പറയുമ്പോൾ ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും സെയിം ഡയറക്ഷനിലാണ്. ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും സെയിം ഡയറക്ഷനിലായി നിങ്ങൾ പഠിച്ചെന്നാൽ പോസിറ്റീവ് FS. സെയിം ഡയറക്ഷനിലാകുമ്പോൾ പോസിറ്റീവ് അല്ലേ? ഓക്കെ, അപ്പോൾ ഈ കേസിൽ ഫ്രിക്ഷൻ ചെയ്യുന്ന വർക്ക് പോസിറ്റീവാണ് ഈ ബോഡീൻ്റെ കേസിൽ. ഈ ബോഡീൻ്റെ കേസിൽ മുന്നോട്ടേക്കല്ലേ പോകുന്നത്, പക്ഷേ ഫ്രിക്ഷൻ എങ്ങോട്ടാണ്? ബാക്കോട്ടേക്കാണ്. അപ്പോൾ ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങനെയാണ്? ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിട്ട് നെഗറ്റീവ് FS ആ രൂപത്തിൽ വരും, നെഗറ്റീവ് ആയിരിക്കും വർക്ക്. ടേബിളിൻ്റെ കേസിലോ ടേബിൾ നീങ്ങുന്നില്ല, ടേബിളിൻ്റെ മുകളിൽ ഫ്രിക്ഷൻ ഉണ്ട് മുന്നോട്ടേക്ക്, പക്ഷേ ടേബിൾ നീങ്ങുന്നില്ല എന്ന് പറഞ്ഞാൽ ടേബിളിന് ഡിസ്പ്ലേസ്മെൻറ്റ് ഇല്ല, അതുകൊണ്ട് എന്തില്ല? വർക്കില്ല. ഓക്കെ, ഇനി ഒരു കാര്യം പറയട്ടെ. നമ്മൾ നേരത്തെ വർക്കിൻ്റെ യൂണിറ്റ് പറഞ്ഞു അല്ലേ? വർക്കിൻ്റെ യൂണിറ്റ് എന്താണ്? ജൂള്. SI യൂണിറ്റാണ് ജൂള് അല്ലേ? നിങ്ങൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് ചാപ്റ്ററിൽ കേട്ടിട്ടുണ്ടാവും. വർക്കിൻ്റെ CGS യൂണിറ്റ് എർഗ അല്ലേ? CGS യൂണിറ്റ് എർഗും SI യൂണിറ്റ് ജൂളുമാണ്. ഇവർ തമ്മിലുള്ള റിലേഷൻ എന്ത്? റിലേഷൻ ബിറ്റ്വീൻ ജൂൾ ആൻഡ് എർഗ്. Joule is the SI unit of work and erg is the CGS unit of work. ഓക്കെ, നമ്മൾ നേരത്തെ ജൂളിനെ പറ്റി പറഞ്ഞ സമയത്ത് പറഞ്ഞു വർക്കിൻ്റെ യൂണിറ്റാണ്. ഞാൻ പറഞ്ഞു ന്യൂട്ടൺ മീറ്ററിനെയാണ് ജൂൾ എന്ന് വിളിക്കുന്നത് അല്ലേ?
ന്യൂട്ടൺ മീറ്ററിനെയാണ് ജൂൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ന്യൂട്ടൺ മീറ്ററാണ് ജൂള്. ഓക്കെ, എന്ന് പറഞ്ഞാൽ 1 ജൂൾ എന്ന് വെച്ചാൽ 1 ന്യൂട്ടൺ മീറ്റർ അല്ലേ? ഓക്കെ, ഇനി ഇത് ഇങ്ങനെ ഇത് പഠിച്ചില്ലേ നിങ്ങൾ? യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിലും പഠിച്ചിട്ടുണ്ടാവും, ലോസ് ഓഫ് മോഷനിലും കേട്ടിട്ടുണ്ടാവും. ഇപ്പോൾ 1 ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ, ന്യൂട്ടൺ എന്ന് പറയുമ്പോൾ ഫോഴ്സിൻ്റെ യൂണിറ്റ് അല്ലേ? ഫോഴ്സിൻ്റെ CGS യൂണിറ്റാണ് ഡൈനില്ലേ, ഡൈൻ. അപ്പോൾ 1 ന്യൂട്ടൺ എന്ന് വെച്ചാൽ എന്തായിരുന്നു? 1 ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ 10⁵5 ഡൈൻ ആയിരുന്നു. ഇതാണ് ന്യൂട്ടനും ഡൈനും തമ്മിലുള്ള റിലേഷൻ. 1 ന്യൂട്ടൺ ഈക്വൽ ടു 10⁵5 ഡൈൻ ഇൻറ്റു. അതുപോലെ 1 മീറ്റർ ഉണ്ടല്ലോ. 1 മീറ്റർ എന്ന് പറയുമ്പോൾ 100 എന്ന് പറഞ്ഞാൽ 10⁻² സെൻറ്റിമീറ്റർ അല്ലേ? 1 മീറ്റർ എന്ന് പറയുമ്പോൾ 100 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇത് 10⁵7 ഡൈൻ സെൻറ്റിമീറ്റർ എന്ന് വരും. 10⁻7 ഡൈൻ സെൻറ്റിമീറ്റർ. ഈ ഡൈൻ സെൻറ്റിമീറ്റർ ആണ് എർഗ്. സോ ഇറ്റ് വിൽ ബിക്കം 10⁻7 എർഗ്. ഓക്കെ, സോ 1 ജൂൾ ഈക്വൽ ടു 10⁻7 എർഗ്. ദിസ് ഈസ് എ റിലേഷൻ ബിറ്റ്വീൻ ജൂൾ ആൻഡ് എർഗ്. ഒന്ന് SI യൂണിറ്റ്, മറ്റേത് CGS യൂണിറ്റ് വർക്കിൻ്റെ. ഇവർ തമ്മിലുള്ള റിലേഷനാണ് 1 ജൂൾ ഈക്വൽ ടു 10⁻7 എർഗ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഈ ടോപ്പിക്കൊക്കെ നന്നായിട്ട് നോക്കിയിട്ട് വേണം നെക്സ്റ്റ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ. ഓക്കെ, ശരി.